9,000 അഥവാ 1,00,000 കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള അധ്യാപകർ, ഇവിടെയുള്ള ആൾക്കാരല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലുള്ള ആൾക്കാരുണ്ട്, ചെന്നൈയിലുള്ള IIT-കളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാവരും തന്നെ ഒരുപാട് തവണ സൂചിപ്പിച്ചതാണ് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം 1,00,000 തികഞ്ഞ സമയത്ത് ഒരു ആഘോഷം നടത്തണമെന്ന രീതിയിൽ അവരിങ്ങനെ നിർബന്ധിക്കുകയാണ്. ഈ 10,000 വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ 60,000-ഓളം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ചെറിയ 10 മിനിറ്റിൻ്റെ ചടങ്ങ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഗസ്റ്റിനായിട്ട് അച്ഛൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു ഉപദേഷ്ടാവ്, അമ്മയുടെ ഒരു സഹപ്രവർത്തകൻ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെടുന്ന നമ്മുടെ പ്രകാശൻ ചേട്ടൻ, SP എന്നൊക്കെയാണ് അച്ഛൻ വിളിക്കുന്നത്, ഞങ്ങൾ പ്രകാശ് ചേട്ടൻ തന്നെ വിളിക്കുന്നത്. പ്രകാശ് ചേട്ടനെ അധ്യക്ഷനായിട്ടും അതേപോലെ കേക്ക് മുറിച്ച് ക്ലാസിസ് അക്കാഡമിയുടെ 6ാമത് പിറന്നാൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ വിദ്യാഭ്യാസ ഉപഹാരം അശ്വിനെന്ന നമ്മുടെ കുട്ടിക്ക് നൽകുന്നതിനുമായിട്ട് നമ്മൾ ജയൻ ചേട്ടനെയാണ്, ആർട്ടിസ്റ്റ് ജയൻ, സിനിമ ജയൻ ചേട്ടനെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സമയത്ത് എത്തിച്ചേരുകയും നമുക്കായിട്ട് 1 മണിക്കൂറിലധികമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യാണ്. നമ്മൾ ആ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് പ്രകാശ് ചേട്ടനെയും ജയൻ ചേട്ടനെയും നിങ്ങളുടെ അനുവാദത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അക്കാഡമി ആളുകൂടെ പറയുന്ന പോലെ തന്നെ ഫോൺ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബ് ഇതിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു കാര്യമായി ഇങ്ങനെ കാണാറുണ്ട്. ഇടയ്ക്ക് ഞാനൊക്കെ ഇതൊക്കെ നോക്കണതുകൊണ്ട് ശ്യാമിൻ്റെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ക്ലാസ്. അതിനകത്ത് പറയുന്ന രീതിയും ഇതേ രീതിയിൽ തന്നെയാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ അവന്റെ വായിലും അവൻ വെച്ചു. ഞങ്ങൾ 50,000 തികയുന്നതും 60,000 തികയുന്നതും നോക്കി എങ്ങനെ ഇരിക്കും. 1000 തികയും നമുക്ക് വേണം പിന്നെ പിള്ളേരെല്ലാവരും നിർബന്ധിക്കും. പണ്ട് പുരുഷചേട്ടൻ പറഞ്ഞു പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന, ഓടക്കുഴലിൻ എന്തറിയാം, പാടും കരളിൻ തേങ്ങലുകൾ, പൂത്തു പിന്നെയും ഈ മലർവാടിയിൽ പുല്ലാങ്കുഴലുകൾ പാടി. പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, വേദന, കാനന ഹൃദയം കാണാതെ ഞാനൊരു പനിനീർ ചെടി നട്ടു, കാനന ഹൃദയം കാണാതെ ഞാനൊരു പനിനീർ ചെടി നട്ടു, മിഴിനീർ വീണു കിളിർത്തു, പിന്നെയോരഴകിൻ്റെ മല
പൂത്തു പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന ഓടക്കുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പൂത്തു പിന്നെയും ഈ മലർവാടിയിൽ പുല്ലാങ്കുഴലുകൾ പാടി പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന പുഞ്ചിരി വിടരും മുൻപേ നിന്നെ വിറ്റിയെറിഞ്ഞു പൂവേ പുഞ്ചിരി വിടരും മുൻപേ നിന്നെ വിറ്റിയെറിഞ്ഞു പൂവേ നിന്നും മാലയും ഇന്നലെ നൽകിയ കന്നിനിലാവിൻ കൈകൾ നിന്നും മാലയും ഇന്നലെ നൽകിയ കന്നിനിലാവിൻ കൈകൾ പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന ഓടക്കുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പൂത്തു പിന്നെയും ഈ മലർവാടിയിൽ പുല്ലാങ്കുഴലുകൾ പാടി പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന 1,00,000 തികഞ്ഞു. 1000 വീഡിയോ തികഞ്ഞിരിക്കുന്നു. 50,000 തികയുന്ന സമയത്താണ് പ്രത്യേകിച്ചത്. ഇപ്പോൾ 60-നടുത്തായി ഇച്ചിരി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 1-ാം തീയതി വരാൻ വേണ്ടി നോക്കിയതാണ്. 1-ാം തീയതി വന്ന് മെയ് ദിനം തന്നെയാണ്, തൊഴിലാളി ദിനമാണ്. അപ്പോൾ എല്ലാ തൊഴിലാളികളെയും സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഊഷ്മളമായി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. എല്ലാവരും പോകാൻ